സദ്യ സ്പെഷ്യൽ സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നല്ല കൊഴുപ്പുള്ള സാമ്പാർ റെഡിയാക്കാൻ കുറച്ചു പേർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കി സാമ്പാർ റെഡിയാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സാമ്പാർ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാമോളം മല്ലിയാണ്. ഞാനിത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. 100 ഗ്രാം മുളക്, 100 ഗ്രാം മല്ലിക്ക് 100 ഗ്രാം മുളക് തന്നെ നമ്മൾ എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ്: 4 ടേബിൾ സ്പൂൺ ഉഴുന്ന്, നമ്മൾ ദോശയൊക്കെ റെഡിയാക്കാൻ എടുക്കുന്ന ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 4 ടേബിൾ സ്പൂൺ ഉലുവ, 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 4 ടേബിൾ സ്പൂൺ ജീരകം, 4 ടേബിൾ സ്പൂൺ അരി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ്. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം, പച്ചരിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഈ റൈസ് ഇതിലേക്ക് ചേർക്കുന്നത് സാമ്പാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു സ്മാൾ പീസ് കായം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിതെല്ലാം സെപ്പറേറ്റ് ആണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഞാനൊരു ചീനച്ചട്ടിയിലാണ് ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നോൺ സ്റ്റിക്കിനേക്കാളും എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ചീനച്ചട്ടികൾ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ നമുക്ക് മുളക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളക് റോസ്റ്റ് ആയതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മല്ലി റോസ്റ്റാക്കി എടുക്കാം. മല്ലിയും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ നമുക്ക് റോസ്റ്റാക്കി എടുക്കണം, പക്ഷേ കരിയാനും പാടില്ല. ജീരകം റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് അതുകൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ജീരകവും റെഡിയായി. നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അരിയും ഉലുവയും ഉഴുന്നും നമുക്ക് ഒരുമിച്ച് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവസാനമായി നമുക്ക് സാമ്പാർ പരിപ്പ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കായത്തിൻ്റെ പീസ് കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ചൂടിലിരിക്കുന്ന ഇതിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആറിയതിന് ശേഷം നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. നല്ലതുപോലെ ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ആറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാവൂ. ഞാനിത് 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 പേരുള്ള ഫാമിലിക്ക് ഒരു 2 മാസത്തോളം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്തത്.
ഈ ഒരു രീതിയിൽ സാമ്പാർ പൊടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ ബൈ.